Hi everyone, Monolearn മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാഹുൽ രവീന്ദ്രൻ SAP Business One കൺസൾട്ടൻറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് SAP Business Oneലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡോക്യുമെൻ്റ് ആണ് ലാൻഡഡ് കോസ്റ്റ്. നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഓരോ ഐറ്റത്തിൻ്റെയും ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ ലാൻഡഡ് കോസ്റ്റ് ഡോക്യുമെൻ്റ്. എന്താണ് ഈ ലാൻഡഡ് കോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് SAP ബിസിനസ് വണ്ണിലെ ഈ ലാൻഡഡ് കോസ്റ്റ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് ലാൻഡഡ് കോസ്റ്റ്? SAP ബിസിനസ് വണ്ണിലെ ലാൻഡഡ് കോസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ലാൻഡഡ് കോസ്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. ലാൻഡഡ് കോസ്റ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് വൺസ് ഇറ്റ് റീച്ചസ് ഇറ്റ്സ് ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഇൻക്ലൂഡിംഗ് ഓൾ എക്സ്പെൻസ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഷിപ്പിംഗ് ഇറ്റ് ടു ദ ബയർ. ഒരു കസ്റ്റമർ വാങ്ങിയിരിക്കുന്ന ഐറ്റം സപ്ലയറിൽ നിന്നും കസ്റ്റമറിൻ്റെ ഫൈനൽ ലൊക്കേഷൻ ആയിട്ടുള്ള വെയർഹൗസിൽ എത്തുന്നത് വരെയുള്ള ടോട്ടൽ എക്സ്പെൻസ് ആണ് നമ്മൾ ലാൻഡഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ 10,000 രൂപ വാല്യൂ വരുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു സപ്ലയറിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നു. സോ അതിൻ്റെ പ്രൊഡക്റ്റ് വാല്യൂ എന്താണ്? 10,000 രൂപയാണ്. ഇതായിരിക്കില്ല ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റിന് കസ്റ്റമർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ്, ഫൈനൽ കോസ്റ്റ്. അവിടെ ഈ പ്രൊഡക്റ്റ് വാല്യൂ അല്ലാതെ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ചാർജസ് കൂടെ വരുന്നുണ്ട്. എന്താണ് ആ ചാർജസ്? ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർ ലൊക്കേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു സർവീസ് പ്രൊവൈഡർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു 1000 രൂപയാണെന്ന് കൺസിഡർ ചെയ്യുക. ദെൻ ഈ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ കസ്റ്റം ഡ്യൂട്ടി ചാർജസ് വരും, ഇൻഷുറൻസ് ചാർജസും വരും. കസ്റ്റം ഡ്യൂട്ടി ചാർജസ് ഒരു 500 ആയിട്ടും ഇൻഷുറൻസ് ചാർജ് ഒരു 150 ആയിട്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം സപ്ലയറിൽ നിന്നും കസ്റ്റമറിൻ്റെ ലൊക്കേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അവിടെ ടോട്ടലായിട്ട് വന്നിരിക്കുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ് വാല്യൂ ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഉണ്ടാവും, കസ്റ്റം ഡ്യൂട്ടി ഉണ്ടാവും, ഇൻഷുറൻസും ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായി? 11,650. ഇത്രയും എക്സ്പെൻസ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർക്ക് വന്നു. ഇതാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലാൻഡഡ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈ ഈസ് ലാൻഡഡ് കോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ലാൻഡഡ് കോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? അതിന് 3 പോയിന്റ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Accurate stock valuation, better profitability analysis and financial transparency. Accurate stock valuation. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ചാർജസ് ഈ ഒരു ഐറ്റം കോസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല? ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് വാല്യൂ ആണ് ഇതെന്ന് പറയാൻ സാധിക്കില്ല. സോ അഡീഷണൽ ചാർജസ് ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു ഐറ്റത്തിന് വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ്, ആക്ച്വൽ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് വാല്യുവേഷന് ഇത് ഉപകരിക്കുന്നുണ്ട്. ദെൻ ബെറ്റർ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. ഒരു പ്രൈസിങ് ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ ഫിക്സ് ചെയ്യാനോ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. സോ ഇങ്ങനെ വന്നിരിക്കുന്ന അഡീഷണൽ കോസ്റ്റുകൾ ഐറ്റം കോസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രൈസിങ് ഫിക്സ് ചെയ്യുന്നതിനും മാർജിൻ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്യുന്നതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ലാൻഡഡ് കോസ്റ്റ് ബെറ്റർ പ്രോഫിറ്റബിലിറ്റി അനാലിസിസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസി. നമ്മൾ ചിലവാക്കുന്ന പണം എങ്ങനെയൊക്കെയാണ് വിനിയോഗിക്കുന്നത്, അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിഡൻ കോസ്റ്റുകൾ ആ ഒരു ഐറ്റം റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഫൈനാൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിയർ ആയിട്ട് റിപ്പോർട്ടുകളായിട്ടും അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വൈസ് ഡീറ്റെയിൽ ആയാലും നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസി അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് ലാൻഡഡ് കോസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്തതായിട്ട് SAP ബിസിനസ് വണ്ണിൽ എങ്ങനെയാണ് ലാൻഡഡ് കോസ്റ്റ് ഡോക്യുമെൻ്റ് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. വൺസ് ഗുഡ്സ് നമ്മുടെ വെയർഹൗസിൽ റിസീവ് ആയി കഴിഞ്ഞാൽ
ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഗുഡ്സ് SAP PO ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗുഡ്സ് SAP PO എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ് എന്നെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്തായി, ആ ഒരു ഐറ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് പർച്ചേസ് വാല്യൂ ബുക്കായി. ഇങ്ങനെ ബുക്കായിരിക്കുന്ന ഐറ്റത്തിന്റെ കോസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SAP ബിസിനസ് വണ്ണിൽ ഐറ്റം മാസ്റ്റർ ഡാറ്റ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് അതിൽ തന്നെ ഇൻവെന്ററി ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വെയർഹൗസ് വൈസ് ഉള്ള കോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം 6000 രൂപയാണ് ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന് വന്നിരിക്കുന്ന കോസ്റ്റ്. ഈ കോസ്റ്റ് നമ്മൾ അഡീഷണൽ ചാർജസ് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള കോസ്റ്റ് ആണ്. ഇനി വരുന്ന അഡീഷണൽ കോസ്റ്റുകൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലാൻഡഡ് കോസ്റ്റ് ഡോക്യുമെന്റ്. ആ ലാൻഡഡ് കോസ്റ്റ് ഡോക്യുമെന്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് AP മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. പർച്ചേസ് AP മൊഡ്യൂളിൻ്റെ അണ്ടറിലായിട്ട് ലാൻഡഡ് കോസ്റ്റ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് കാണാം. ലാൻഡഡ് കോസ്റ്റ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സപ്ലയറെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്യുന്നു. ദെൻ ആരാണോ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബ്രോക്കറെയും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലായിട്ട് കോപ്പി ഫ്രം ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഗുഡ്സ് SAP PO ഡോക്യുമെന്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സപ്ലയറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഏതെല്ലാം ഗുഡ്സ് SAP PO ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഗുഡ്സ് SAP PO ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് SAP PO സെലക്ട് ചെയ്യുക. ഇവിടെ മൾട്ടിപ്പിൾ ഗുഡ്സ് SAP POയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്സ് SAP POയിൽ ഏതെല്ലാം ഐറ്റംസ് റിസീവ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ക്വാണ്ടിറ്റി, അതിന് വന്നിരിക്കുന്ന പർച്ചേസ് വാല്യൂ, ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഫസ്റ്റ് ടാബിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, കോസ്റ്റ് ടാബ്. ഈ കോസ്റ്റ് ടാബിൽ നിങ്ങൾക്ക് കാണാം ഏതെല്ലാം ലാൻഡഡ് കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആഡ് ചെയ്തിരിക്കുന്ന കോസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂസ് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വാല്യൂസ് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോസ്റ്റ്, നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന കോസ്റ്റ് ഈ ഗുഡ്സ് SAP POയിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഐറ്റത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന അലോക്കേഷൻ ബൈ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ ക്വാണ്ടിറ്റി വൈസ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, വെയിറ്റ് വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതുപോലെ വോളിയം വൈസും ഈക്വൽ വൈസും നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. വൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ റൂൾ പ്രകാരം ആ ഒരു കോസ്റ്റ് ഐറ്റത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അലോക്കേഷൻ കോസ്റ്റ് വാല്യൂ. ഓക്കെ, സോ ഇവിടെ ബേസ് ഡോക്യുമെന്റ് പ്രൈസ്, അതായത് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റ് നമുക്കിവിടെ കാണാം. അഡീഷണലി വന്നിരിക്കുന്ന കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന് എത്രയാണ് കോസ്റ്റ് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാം. അതിനുശേഷം ഫൈനലി എന്താണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്, ആ ഒരു ഐറ്റത്തിന് വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയാണ് ലാൻഡഡ് കോസ്റ്റ് പ്രോസസ്സിൽ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാനുവലി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ മോഡിഫിക്കേഷൻസ് എമൗണ്ടുകൾ മോഡിഫൈ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. സോ വൺസ് അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ജേണൽ പ്രിവ്യൂ കാണാവുന്നതാണ്. സേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജേണൽ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടോപ്പിൽ ജേണൽ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാപ്പിംഗ് പ്രകാരം ആ ഒരു ലാൻഡഡ് കോസ്റ്റ് ഡോക്യുമെൻറ്റിൻ്റെ ജേണൽ എൻട്രി പ്രിവ്യൂ നിങ്ങൾക്ക് കാണാം. ഇവിടെ എന്തായി, ഇൻവെൻട്രി വാല്യൂ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പർച്ചേസ് പോസ്റ്റിംഗ് സിസ്റ്റം എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആവുന്നുണ്ട്. ദെൻ ലാൻഡഡ് കോസ്റ്റ് അലോക്കേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഈ ലാൻഡഡ് കോസ്റ്റ് അലോക്കേഷൻ അക്കൗണ്ട് ഒരു ഇൻ്ററിം അക്കൗണ്ട് ആണ്. അത് ഈ ഒരു ലാൻഡഡ് കോസ്റ്റ് ഡോക്യുമെൻറ്റിന് അഗെയിൻസ്റ്റ് AP ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു അക്കൗണ്ട് ക്ലിയർ ആവുന്നതാണ്. ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രീവിയസ് റെക്കോർഡ് എടുത്ത് സേവ് ചെയ്യുന്നതിന് മുമ്പ് ഐറ്റത്തിൻ്റെ കോസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഇനി സേവ് ചെയ്തതിന് ശേഷം ആ ഐറ്റത്തിൻ്റെ ഒരു കോസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ഐറ്റം മാസ്റ്ററിൻ്റെ ലിങ്ക് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇൻവെൻറ്ററി ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അഡീഷണലി ആഡ് ചെയ്തിരിക്കുന്ന 900 റുപ്പീസ് ആ 6000 റുപ്പീസ് പർച്ചേസ് വാല്യൂവിനോട് കൂടിയിട്ട് ആഡ് ചെയ്ത് വന്നതായിട്ട് കാണാം. സോ ഇവിടെ ടോട്ടൽ ഐറ്റത്തിൻ്റെ കോസ്റ്റ് എത്രയായി? 6900 ആയി. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലാൻഡഡ് കോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ലാൻഡഡ് കോസ്റ്റ്, എങ്ങനെയാണ് ലാൻഡഡ് കോസ്റ്റ് ഡോക്യുമെന്റ് SAP ബിസിനസ് വണ്ണിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.